വെൽക്കം ബാക്ക് ടു ചാറ്റ് വിത്ത് അനല. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനറലായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസസുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഫാമിലി ലൈഫിലായിരിക്കാം. ഏറ്റവും അടുത്ത വരുന്ന ദിവസങ്ങളിൽ എന്താണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒത്തിരി കാർഡ്സ് എടുത്തിട്ട് വലിയൊരു റീഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ 4 സെക്ഷനായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ എന്താണ് ലൈഫിലേക്ക് വരുന്നത്, അതിലെ മെയിൻ ക്യാരക്ടർ ആരായിരിക്കും, പിന്നെ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇങ്ങനെ 4 സെക്ഷനായിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യുവർ കറൻറ്റ് എനർജി, ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പല ചോയ്സസ് വന്നിട്ടുണ്ടായിരിക്കാം, പല ഓപ്ഷൻസ് വന്നിട്ട് നിങ്ങൾ അതിലേത് വേണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്താണ് ലൈഫിൽ ഇപ്പോൾ അവസാനിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ സമയങ്ങളിൽ എന്താണ് ലൈഫിൽ നിന്നും അവസാനിച്ചു പോയിട്ടുള്ളത് എന്ന് നോക്കാം. നമുക്ക് 3 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ചില പ്ലാനുകളൊക്കെ എന്താണ്, അത് നടക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ഇരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അത് നടക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ല അടുത്ത ഇടയ്ക്കൊന്നും നടക്കില്ല എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തതായിട്ടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ആ ഒരു അനുഭവത്തിൽ നിന്നും നിങ്ങൾ എന്ത് ലെസനാണ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത്, എന്ത് കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതും കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ആവുന്നത്, ഈ കറണ്ട് എനർജി കംപ്ലീറ്റ് ആവുന്നത്. ചാരിയറ്റ്, അതായത് ലൈഫിൽ എപ്പോഴും നമുക്ക് ഒരു കാര്യം മാത്രമല്ല, പല ഓപ്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അതിനെല്ലാം മാനേജ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മളുടെ സമയക്കുറവുണ്ടെങ്കിൽ പോലും ഒരേ സമയം പല കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും തുടങ്ങിയ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ട് അതനുസരിച്ച് നിങ്ങൾ ലൈഫിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ പറ്റുന്നത്. വലിയൊരു ലെസനാണ് നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. എങ്ങനെ ഡിസ്ട്രാക്ഷനുകളുടെ ഇടയ്ക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു വലിയ ലെസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കറണ്ട് എനർജി ആയിട്ട് കാണുന്നത് കേട്ടോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളുടെ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ എന്ത് കാര്യമാണ് ലൈഫിലേക്ക് വരുന്നത് എന്ന് നോക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാട്ട് ഈസ് കമ്മിങ്. വീണ്ടും നമുക്ക് 5 ഓഫ് വാൻഡ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരുന്ന ചില തർക്കങ്ങൾ അത് ഒരവസാനത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ആ പ്രശ്നം ഈ അടുത്തെങ്ങും അവസാനിക്കുമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല, പക്ഷേ അത് അവസാനിക്കാൻ പോകുന്നുണ്ട്. ഇത് നമുക്ക് റിവേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ചില വഴക്കുകൾ അവസാനിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഏത് ഹിഡൻ എനർജിയാണ് നിങ്ങളെ ഈ സമയത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത് നോക്കാം. വീണ്ടും റിവേഴ്സ്. പേജ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ചില കഴിവുകൾ ബ്ലോക്കായിട്ട് ഇരുന്നിട്ടുണ്ടാവാം, അത് നിങ്ങൾ പരിഹരിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് വലിയ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയാണ്. കുറേ നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ചില ബ്ലോക്കുകൾ നിങ്ങളൊരു പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് എന്താണെന്നറിയാത്ത ഒരു ബ്ലോക്ക് വരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങൾക്ക് പഴയ എഫിഷ്യൻസി ഇല്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആശയപരമായ കുഴപ്പങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ആണ് നമുക്കിപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചില കഴിവുകൾ ഈ അടുത്തിടയ്ക്കായിട്ട് ബ്ലോക്കായി നിൽക്കുന്നുണ്ടാവാം. അത് ക്ലിയർ ആവുന്നതിന് ശേഷം നിങ്ങൾക്ക് ചില വഴക്കുകളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പുതിയ ഡോർ നിങ്ങളുടെ ലൈഫിൽ ഓപ്പൺ ആവുന്നുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. വാട്ട് ഈസ് ദാറ്റ് ന്യൂ ചാപ്റ്റർ ഓപ്പണിംഗ് അപ്പ്? ഏസ് ഓഫ് കപ്സ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രപ്പോസൽ, ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ നിങ്ങൾക്ക് വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വന്നേക്കാം. പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു
അവസരം വന്നു ചേർന്നേക്കാം. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ പുതിയ നിങ്ങൾക്ക് ഇമോഷണലി കണക്റ്റ് ആവാൻ സാധിക്കുന്ന എന്തോ പുതിയ ഒരു അവസരം, ഒരാൾ, ഒരു വസ്തു ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. ഇനി ഇതിങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ തടസ്സം ഫീൽ ചെയ്തേക്കാം. അതെന്തായിരിക്കുമെന്ന് നോക്കാം. ടെമ്പറൻസ്, നമുക്ക് അത് ഈ ഓപ്ഷൻസ് എന്ന് പറയുന്ന കാർഡുമായിട്ട് വളരെ അടുത്ത കണക്ഷനുള്ള ഒരു കാർഡാണ്. 7 ഓഫ് കപ്സുമായിട്ട് നമുക്ക് ഒരു ബന്ധമുള്ളൊരു കാർഡാണ് ഈ ടെമ്പറൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. ഈ ഒരു ഏസ് ഓഫ് കപ്സ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി വരും. എന്നാൽ ഇത് ഭാവിയിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് വരാൻ പോകുന്നത്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയേക്കാം, പക്ഷേ ഭാവിയിലേക്ക് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്ക് വരുമെന്ന് കാണുന്നുണ്ട്. ഇനി ഏത് വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ ഈ പുതിയ ചാപ്റ്ററിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്? ഹൂസ് ഹോൾഡിങ് ദാറ്റ് മെയിൻ ക്യാരക്ടർ എനർജി എന്ന് നോക്കാം. ഒരുപാട് റിവേഴ്സ് കാർഡ് വരുന്നുണ്ടല്ലോ. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി ഒക്കെയാണ് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. അവരായിരിക്കും ഈ എന്താ പറയുക, ഈ ഒരു എപ്പിസോഡിൽ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞു, ടെമ്പറൻസിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊരു പക്ഷേ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ആവാൻ വരുന്നത്. ഓക്കെ, അവർ എന്താണ് നിങ്ങൾക്ക് ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ്, ചെറിയൊരു നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരു എനർജി. നിങ്ങൾക്ക് ഏതിനെ കൂടെ നിർത്തണം, ഏതിനെ പറഞ്ഞയക്കണം എന്ന് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു കൺഫ്യൂഷനാണ് ഇത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇതിലൂടെ എന്ത് ലെസനാണ് യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. എന്ത് ലെസനാണ് നിങ്ങളിതിൽ നിന്ന് പഠിക്കേണ്ടത്? 8 ഓഫ് കപ്സ്, ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ആവശ്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു കൺഫേം ആയിട്ട് പറയാം കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. കുറേ ഇല്ലെങ്കിൽ മിനിമം 2 ഓപ്ഷനെങ്കിലും ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം, ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കിപ്പം കിട്ടില്ല. കുറച്ച് നാൾ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരു കാര്യം ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ലെസൺ യൂണിവേഴ്സ് കൊണ്ട് തരുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾ സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കിവിടെ ചാരിയറ്റ് എനർജിയാണ് വന്നിട്ടുള്ളത്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ദിശാബോധമാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ദിശാബോധം നിങ്ങൾക്ക് മറ്റ് ഡിസ്ട്രാക്ഷനുകളില്ലാതെ ലൈഫിലെ ലക്ഷ്യത്തിലേക്ക് നടക്കാനുള്ള ഒരു മാനസിക പക്വത നിങ്ങൾക്ക് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് വരാൻ പോകുന്നത്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ വലിയ മുതൽക്കൂട്ടാവുന്ന ഒരു ലെസൺ ആയിരിക്കും ഇതിലൂടെ കിട്ടുക എന്ന് കാണാം. ഇനി എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഇതുവഴി നിങ്ങൾക്കുണ്ടാവുക എന്ന് നോക്കാം. ജഡ്ജ്മെൻറ്റ്, അതൊരു മേജർ അർക്കാന കാർഡാണ്. തിരിച്ചറിവ്, ഈ ചാരിയറ്റ് കാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡ് തന്നെയാണിത്. എന്താ വരാൻ പോകുന്നത്? ജഡ്ജ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്. ദിശാബോധം, തിരിച്ചറിവ്, ചോയ്സ് എടുക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് ഇതിന് വരുന്നത്. ഇനി ഇമോഷണൽ ലൈഫിൽ, നിങ്ങളുടെ ഇമോഷണൽ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസോടുകൂടി എന്ത് ചേഞ്ച് വരും എന്ന് നോക്കാം. 7 ഓഫ് സ്വോർഡ്സ് ആണ് കേട്ടോ, അതും റിവേഴ്സായിട്ടാണ് വരുന്നത്. 7 ഓഫ് സ്വോർഡ്സ് അപ്രൈറ്റായിട്ട് വരുമ്പോൾ നമ്മൾ പറയും അതൊരു ചെറിയൊരു ചീറ്റിംഗ് എനർജിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് നമുക്ക് ഡൗൺവേർഡ്സ് ആണ് വന്നിട്ടുള്ളത്, റിവേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിയായ തീരുമാനം എടുക്കാനുള്ള ഒരു സ്ട്രഗിളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു മോറൽ ഡിലമ എന്നൊക്കെ പറയാം. അത് വേണോ ഇത് വേണോ, എന്താണ് ചെയ്യേണ്ടത്, ശരിക്കും എൻ്റെ ആത്മാവിന് എന്താണ് വേണ്ടത്, എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ 2 ചോയ്സിന് ഇടയ്ക്ക് നിന്ന് നിങ്ങൾക്ക് കുറച്ച് നാളത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. പക്ഷേ ചാരിയറ്റ് കാർഡ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ടാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഭാവിയിലൊരു ബ്ലെസ്സിങ് ആയിട്ട് വരും എന്ന് കാണുന്നുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ എന്ത് സംഭവിക്കും, എന്ത് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? ഏസ് ഓഫ് സോൾസ്, നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ട് കേട്ടോ.
ഈ കൺഫ്യൂഷനുകൾക്കെല്ലാം ശേഷം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് ആണ്. പ്രാക്ടിക്കൽ ലൈഫിൽ ഇതിനെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യാം എന്ന് ആദ്യമൊക്കെ കുറച്ചൊരു സങ്കടത്തിന് ശേഷം നിങ്ങളുടെ ആ ഒരു കോൺഷ്യസ്നെസ് നിങ്ങൾ തിരിച്ചു പിടിക്കുന്നുണ്ട്. പറ്റില്ല, അങ്ങനെ ലൈഫ് എന്താ പറയുക, ഒരു കുട്ടിക്കളിയല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ സീരിയസ് ആയിട്ട് അതിലേക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏത് ഹിഡൻ സ്ട്രെങ്ത്താണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഹെൽപ്ഫുള്ളായിട്ട് വരാൻ പോകുന്നത്? നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. വീണ്ടും സോർഡ് എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റ് സമയത്ത് ഞാൻ ആക്ഷൻ എടുക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം കൈവിട്ടു പോകും എന്നുള്ള ആ തിരിച്ചറിവ് വന്നിട്ട് നിങ്ങൾ ആ ഒരു തീരുമാനം കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫൈനലി ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കുമെന്ന് നോക്കാം. കിങ് ഓഫ് സോർഡ്സ് നോക്കൂ, സോർഡ് എനർജികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി. ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് അത് തുടക്കമാണ്. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് അവസ്ഥയാണ്. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇമോഷണലി നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ആദ്യം ഉണ്ടാകുമെങ്കിലും ഇതിൽ നിന്ന് വലിയൊരു ലെസൺ നിങ്ങൾ പഠിക്കും. ജീവിതം കൈമോശം വരാതെ എങ്ങനെ കാര്യങ്ങളെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കണം എന്നുള്ള ഐഡിയ നിങ്ങൾക്ക്, കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്തായിരിക്കുമെന്ന് നോക്കാം. ഫൈനൽ ഔട്ട്കം ഓഫ് ദ ഹോൾ സിറ്റുവേഷൻ, ദ ഫൂൾ. നോക്കൂ, ഈ ഒരു സ്ട്രഗിളിനൊക്കെ ശേഷം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ ഒരു മോറൽ ഡിലെമ്മയ്ക്ക് ശേഷം, ആ ഒരു ചോയ്സ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾ കൃത്യതയിലേക്ക്, ക്ലാരിറ്റിയിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ യൂണിവേഴ്സിൽ സ്വയം അർപ്പിച്ചിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഈ കാർഡിൽ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു മൂൺ ഗൈഡൻസ് എടുത്ത് നോക്കാം. മൂൺ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷണൽ എനർജിയാണ്. അതിന് ഈ സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് എന്ന് നോക്കാം. ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു ഈഗോ മാറ്റിവെക്കാനാണ് പറയുന്നത്. ഈഗോ നമ്മൾ നാശത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഈഗോ. കാരണം ഇതിൽ ഫുൾ മൂൺ ഇൻ ലിയോയാണ്, ലയൺ. ഈ ഒരു സിംഹത്തെ പോലെയുള്ള ആ ഒരു തലക്കനം ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനാണ് ഈ മൂൺ ഗൈഡൻസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് കേട്ടോ. ആൻഡ് ദ റെസ്റ്റ് യൂണിവേഴ്സ് വിൽ ടേക്ക് കെയർ ഓഫ്. കാരണം നമുക്ക് ഫുൾ എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു 7 ഓഫ് കപ്സ് ഓപ്ഷനുകളിൽ നിന്നും ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നൊരവസ്ഥയിൽ നിന്നും കൃത്യമായ ക്ലാരിറ്റി നേടി, ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് എനർജിയിലേക്ക് വന്ന ശേഷം സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് വരാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഈഗോയാണ്. ആ ഈഗോ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് സോൾവ് ആകും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ മൂൺ എനർജിക്ക് താങ്ക്സ് പറയുക. താങ്ക് യു മൂൺ എന്ന് കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.